ഇനി എത്ര ഉണ്ട്? 3-4 ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ലല്ലോ, അതാ ഇത്രയും പെൻഡിങ്. യെസ് ഉണ്ട്. തുടങ്ങിയോ? ജസ്റ്റ് എ മിനിറ്റ് സാർ. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. സാർ എത്തില്ലെന്ന്. ആ അതെ, മാധവൻ തന്നെ. ആ തുടങ്ങിയോ? ഞാൻ വരേണ്ട അത്യാവശ്യം ഉണ്ടോ കുമാര? ഒരുപാട് ഫയൽ നോക്കി തീരാനുണ്ട്. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോളെ. മാധവന് വരാൻ സൗകര്യപ്പെടില്ല. എന്താ കാരണം? സൗകര്യപ്പെടില്ല എന്ന് പറയുന്ന ആളോട് കാരണം നിറക്കേണ്ട കാര്യമുണ്ട്. അയാൾക്ക് മൂക്കേറിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇത് കുറെ ആയി. മുളയിലെ നുള്ളുന്നതാ നല്ലത്. നമസ്കാരം. നമസ്കാരം. ദൈവം ഇപ്പോഴും പൂഴിമറ്റം തോമാച്ചന്റെ കൂടെയാണെന്ന് ഉറപ്പായി. എന്റെ പീഡനകാലം കഴിഞ്ഞു മാധവ. ഓ, എനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിൽ അതൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ? റിപ്പോർട്ട് കിട്ടിയതും ഞാനൊരു കത്ത് അയച്ചിരുന്നു. കിട്ടിയില്ലേ? കിട്ടി. അതിന് നന്ദി പറയാനാണല്ലോ ഞാനിപ്പോ വന്നത്. തീച്ചൂളയിലായിരുന്നു മാധവ ഞാൻ ഇത്രയും ദിവസം. എന്തൊക്കെ അവന്മാർ അസംബ്ലിയിൽ എനിക്കെതിരെ വിളിച്ചു കൂവിയത്. കൊള്ളക്കാരൻ, കള്ളൻ, വ്യഭിചാരി, വാറ്റുരാജാവ്, കഞ്ചാവ് മസ്താൻ. ഓ, പ്രതിപക്ഷത്തെ എരപ്പുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കൂട്ടത്തിലുള്ളവർ പുറയുന്നു കുത്തിയപ്പോഴാ ഞാനാകെ തളർന്നു പോയത്. സത്യം പറയാലോ, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഉടനെ ഞാനങ്ങ് രാജിവെച്ചത്. ഇനി എനിക്കൊരൊറ്റ മോഹമുള്ളൂ മാധവ. ഒരു 4 ദിവസമെങ്കിലും മന്ത്രിയായിട്ട് തിരിച്ചാ കസേരയിലൊന്ന് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നല്ല അന്തസ്സായിട്ട് ഞാൻ രാജിവെച്ചിറങ്ങിക്കോളാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്, മനോഹരമായ ഈ പരസ്യവാചകം നമ്മുടെ ടൂറിസത്തിൻ്റെതാണ്. കേൾക്കുമ്പോൾ ആർക്കും കുറെ കുളിരൊക്കെ തോന്നും. പക്ഷേ ചെകുത്താന്റെ പിടിയിലാണ് ഇന്ന് ഈ രാജ്യം. കഴിഞ്ഞ കുറെ നാളായി നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ദാരിദ്ര്യം പ്രധാന പ്രശ്നമല്ല. തൊഴിലില്ലായ്മയോ വർഗീയതയോ ആരോഗ്യമോ ഒന്നും പ്രശ്നമല്ല. പിന്നെ എനിക്ക് ലഭിച്ച ആകെ നിവേദനങ്ങളിൽ 70% കൂടുതൽ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമായിരുന്നു, അഴിമതിയെക്കുറിച്ച്. അങ്ങ് താഴെ പഞ്ചായത്ത് മുതൽ ഇവിടെ സെക്രട്ടേറിയറ്റ് വരെ അത് വ്യാപിച്ചു കിടക്കുകയാണ്. പവിത്രമായ ദേവസാന്നിധ്യങ്ങൾ പോലും ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. ദേവസ്വം കമ്മീഷണർ തലകുനിച്ചിട്ട് കാര്യമില്ല. സാർ, യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഇല്ലാത്ത സംഭവങ്ങളെ ഊതിപ്പെരിപ്പിച്ച് കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്ന് പത്രക്കാർക്ക് ഒരു ഫാഷനാണ്. വാർത്തകൾക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ പത്രക്കാരുടെ വെറും ഭാവനാ സൃഷ്ടികളാണ് അങ്ങ് പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ. നോ, നെവർ. പത്രങ്ങളെക്കുറിച്ചും പത്രധർമ്മങ്ങളെക്കുറിച്ചും നിങ്ങളെക്കാൾ വ്യക്തമായി എനിക്കറിയാം. വാർത്തകളുടെ ഇൻഫ്ലുവൻസിലല്ല, വ്യക്തമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ PWD ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മിസ്റ്റർ അൻവർ അഹമ്മദിന് ഇനി എത്ര ഉദാഹരണങ്ങൾ വേണം? ദേവശില്പിയായ മായാമയൻ തന്റെ മാജിക് ടച്ച് കൊണ്ട് തീർത്ത കൊട്ടാരമൊന്നും അല്ലത്. 365 രൂപ ടേക്ക് ഹോം സാലറി തുടങ്ങി ഇന്ന് 12,000 രൂപ ടേക്ക് ഹോം സാലറിയിൽ എത്തി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പണിത രമ്യ ഹർമ്യമാണത്. പറയത്തക്ക ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ഇദ്ദേഹം ഇക്കഴിഞ്ഞ 23 വർഷക്കാലത്ത് സർവീസിനിടയിൽ സമ്പാദിച്ചത് ഏതാനും ലക്ഷങ്ങൾ മാത്രം. ഈ കൊട്ടാരത്തിന്റെ പിച്ചളയ്ക്കും മാർബിളിനും വേണ്ടി മാത്രം 30 ലക്ഷം രൂപ മുടക്കിയപ്പോൾ ആകെ ചെലവായത് 1.25 കോടി രൂപ. നെക്സ്റ്റ്, 1.25 കോടിയോളം ചെലവായ ഈ കൊച്ചു വീട്ടിനിട്ടിരിക്കുന്ന പേര് ശ്രേയസ്. ലഹരി എന്ന പേരായിരിക്കും ഇതിന് കൂടുതൽ യോജിക്കുക. പേരിൽ നിന്ന് തന്നെ ആളിന്റെ പദവി വ്യക്തമാണല്ലോ. നേരും നെറിയും കെട്ട ഇവിടുത്തെ മദ്യ വ്യവസായികൾ ഔദാര്യത്തിൽ കെട്ടിപ്പടുത്ത ഈ സ്മാരകത്തിന് ലഹരി എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ചേരുക? ഔദ്യോഗിക തലങ്ങളിൽ NGOസും ജിയോസും തമ്മിൽ അന്തരമുണ്ടെങ്കിലും അഴിമതി മേഖലയിൽ അവർ ഒപ്പത്തിനൊപ്പം തന്നെയാണ്. പ്രതിമാസം 5,000 രൂപയിൽ കുറഞ്ഞ ശമ്പളം പറ്റുന്ന ഒരു NGOയുടെ വകയായ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ അയാൾക്കാകെ സഹിക്കേണ്ടി വന്നത് 1.5 വർഷക്കാലം വാളയാർ ചെക്ക് പോസ്റ്റിലെ വെയിലും മഞ്ഞും കൊള്ളേണ്ടി വന്നു. അത്രേ ഉള്ളൂ. ആ 18 മാസത്തെ ത്യാഗത്തിന് പ്രതിഫലമായി അത് ഉറപ്പിച്ചു കൊടുത്ത രാഷ്ട്രീയക്കാരൻ അയാൾ കൊടുത്തത് 10 ലക്ഷമാണെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ടാക്സ് ഇനത്തിൽ നഷ്ടം വന്നത് 1 കോടിയിൽ പരം രൂപയാണ്.
ഇതിലൊന്നും ഒട്ടും അതിശയോക്തി ഇല്ല മിസ്റ്റർ അൻവാർ സാഹിബ്. ലിസ്റ്റ് മുഴുവൻ പറയണമെങ്കിൽ ഈ നൂറ്റാണ്ട് തികയാതെ വരും. ഈ വിഷപ്പാമ്പുകൾക്കിടയിലുമുണ്ട് എത്രയോ നല്ലത്. കടുത്ത സമ്മർദ്ദമുണ്ടായാൽ പോലും വഴങ്ങാത്തത്, ജോലിയെ ധർമ്മമായി കാണുന്നത്. സത്യത്തിൽ അവരുടെയൊക്കെ പുണ്യം കൊണ്ടാണ് ഈ മേൽക്കൂരയൊക്കെ ഇടിഞ്ഞു വീഴാതെ എപ്പോഴും നിലനിൽക്കുന്നത്. ഇതിനൊരു അവസാനം കണ്ടേ തീരൂ. നിയമസഭാ സാമാജികനല്ലാത്ത മുഖ്യമന്ത്രിയായ ഞാൻ നേരിടാൻ പോകുന്ന ബൈ ഇലക്ഷന് മുമ്പ് ഇറക്കുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടല്ലേ ഇതെന്ന് നിങ്ങളിൽ പലർക്കും സംശയം തോന്നിയിരിക്കാം. പക്ഷെ എന്നെ അറിയുന്നവർക്ക് നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്നവനാണോ അല്ലയോ എന്ന്. 50 വർഷക്കാലമായി സ്വതന്ത്ര ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക അങ്ങ് ഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ ഉയരുമ്പോൾ അതിന്റെ തണലിൽ നിന്ന് സഹസ്രകോടി ജനങ്ങളെ നോക്കി ഉരുവിട്ടുകൊണ്ടിരുന്ന പഴയ മഹാന്മാരുടെ അർത്ഥമില്ലാത്ത വാഗ്ദാനം പോലെയല്ല, മറിച്ച് അഴിമതിയെ തുടച്ചു നീക്കാൻ കരുത്തും ചങ്കൂറ്റവുമുള്ള ഒരു രാജ്യസ്നേഹിയുടെ മനസ്സിൽ തട്ടിയ ഉറച്ച തീരുമാനമാണ്. എല്ലാരും ഉണ്ടല്ലോ, ഇതെന്താ മുന്നറിയിപ്പൊന്നും കൂടാതെ? അല്ല, ഈ CM എന്ന് പറയുന്ന ആൾ ഇത്ര വലിയ തമ്പുരാനായി പോയെങ്കിൽ ഇവിടെ ഒന്ന് തിരുമുഖം കാണിക്കാമെന്ന് കരുതി. നിങ്ങൾക്കാണെ മീറ്റിങ്ങിന് വരാനോ ഞങ്ങളെ കാണാനോ ഒന്നിനും സമയമില്ല. ഞങ്ങളാണെ ഒരു പണിയില്ല, അവിടെ ചൊറിയും കുത്തി ഇരിക്കുക. എനിക്ക് ഈ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. വേറൊന്നല്ല, ആ മീറ്റിങ്ങിന്റെ കാര്യം തന്നെ. അന്നത്തെ മീറ്റിങ്ങിന് എന്നെ ഒഴിവാക്കി കൂടെ എന്ന് ചോദിച്ചു എന്നല്ലാതെ 2 ദിവസത്തിന് മുമ്പ് കുറെ ബ്യൂറോക്രാറ്റ്സുകൾ വിളിച്ചു വരുത്തി ഭീഷണി മുഴക്കി. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അതെല്ലാം പത്രത്തിൽ വരികയും ചെയ്തു. അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണോ അതോ CM മാധവന്റെയോ? പാർട്ടി അനുഭാവികളായ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കെതിരെ അഴിമതി ആരോപണമുണ്ട്. ചിലപ്പോ ഒന്ന് കണ്ടടക്കേണ്ടി വരും, ഒരു പരിധിവരെ അവരെ സംരക്ഷിക്കേണ്ടി വരും. അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. പക്ഷേ അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ അരിച്ചും പെറുക്കിയും നടപടിയെടുക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ പൊളിറ്റിക്കൽ റീസൺസ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വർഷപ്പടിയും മാസപ്പടിയും ദിവസപ്പടിയും കൃത്യമായി വാങ്ങുന്ന ബ്യൂറോക്രാറ്റുകളുടെ മാത്രമല്ല, മറ്റ് പലരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. 1 ലക്ഷമോ ഒന്നും എഴുതണ്ട. പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന 4-5 കാര്യങ്ങളല്ല മിസ്റ്റർ. എനിക്ക് പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞോളാം, ജനങ്ങളോട്. മറ്റൊരാളെ കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളെ ചുമതല എന്നെ ഏൽപ്പിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എന്റെ വ്യക്തമായ മുദ്ര കാണും. തീർച്ചയായും. അപ്പോഴേ ഈ സമയം മതി നിങ്ങളെ ഇരുത്തിയ കസരിൽ നിന്ന് താഴെ ഇറക്കാൻ. പിന്നെ അത് ചെയ്യാത്തതേ പാർട്ടിയുടെ ഇമേജ് പോകണ്ടെന്ന് കരുതിയ. വരാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ നിങ്ങൾ പറഞ്ഞ ജനമുണ്ടല്ലോ, അവര് നിങ്ങളെ വേണ്ടാന്ന് വെച്ചാലോ? എടോ, അന്തിവരെ വിയർപ്പൊഴുക്കിയ അത്താഴ പട്ടണിക്കാരന്റെ 1 രൂപ നോട്ടിന്റെ ശക്തിയിൽ വളർന്ന പ്രസ്ഥാനമാണ് എന്നെയും നിങ്ങളെയും ഇവിടം വരെ എത്തിച്ചത്. ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം അറിയാവുന്നവർക്ക് ജനങ്ങൾക്കറിയാം ഈ കസേരയിൽ ആരിക്കണമെന്ന്, അവരെ ആര് നയിക്കണം. മോപ്പിക്കല്ലേ? നമസ്കാരം തിരുമേനി. നമസ്കാരം. രവീന്ദ്രൻ നായർ ഓർക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ലത്ത് വന്നിട്ടുണ്ട്. ഓ സാർ, ഇദ്ദേഹം ശിവപുരം പട്ടേരി എന്ന് പറയും. ഓഹോ, നമസ്കാരം. നമസ്കാരം. പ്രഗത്ഭനായ ജ്യോത്സ്യനാണ്. ഇത് ശങ്കരൻ. ഇദ്ദേഹത്തെ അയ്യോ, നന്നായിട്ട് അറിയും. രാജാവിനെ അറിയാത്ത പ്രജകൾ ഉണ്ടാകുമോ? അയ്യോ, എന്റെ രാജാവൊന്നും ആക്കരുത്. ഞാനൊരു എളിയ ജനപ്രവർത്തകൻ, അത്രേ ഉള്ളൂ. ഈ വിനയമാണ് താങ്കളുടെ ഭൂഷണം. യു ഡിസർവ് അനദർ കോംപ്ലിമെന്റ് ഓൾസോ. ബ്യൂറോക്രാറ്റുകളുടെ ചട്ടുകമാകാതെ നാട് ഭരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ കണ്ടിട്ട് കാലം കുറയായി. താങ്കൾക്ക് അതിന് കഴിഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭഗവാനെ, ഒരു മുഖ്യമന്ത്രിയെ തൊട്ടടുത്ത് കാണാനും തൊട്ട് സംസാരിക്കാനും ഒക്കെ കഴിയാന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണേ. അതിന് നമ്മുടെ തമ്മിൽ അത്ര അകൽച്ചയൊന്നും ഇല്ലല്ലോ ശങ്കര. തിരുമേനി, മാധവ് സാറ് ബൈ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. ഓ, വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരില്ലേ? ഈ നാട് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടും എന്ന് പറയാനാണ് ആഗ്രഹം. പക്ഷെ ചോദ്യം ചോദിച്ച സമയത്ത് തടസ്സമാണല്ലോ കണ്ടത്. ഞാൻ ജയിക്കില്ലെന്നാണോ തിരുമേനി പറയുന്നത്? ജയിക്കണമെങ്കിൽ ഇലക്ഷൻ നടക്കണ്ടേ? നടക്കാതിരിക്കാൻ കാരണം നിമിത്തം മോശമാണല്ലോ. കണ്ട സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഇലക്ഷൻ നടക്കാതെ 6 മാസം തികച്ച് ജോലി അവസാനിപ്പിക്കേണ്ടി വന്നാലും വിരോധമില്ല. മന്ത്രിയാകാതെയും ജനങ്ങളെ സേവിക്കാമല്ലോ.